ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നാസ് ക്രിയേഷൻസ്. നമ്മുടെ എല്ലാവരുടെയും പ്രശ്നമാണ് നമ്മുടെ ഷൂസൊക്കെ പെട്ടെന്ന് ഡേർട്ടാവുക, അഴുക്കാവുക. അതുപോലെ അത് ക്ലീൻ ചെയ്താൽ തന്നെ ഒരുപാട് വെളുക്കത്തുമില്ല, അതുപോലെ അതിൻ്റെ ഒരു ഫൗൾ സ്മെല്ല് മാറുകയില്ല. അപ്പോൾ ഇതിനൊക്കെ ഒരു സൊല്യൂഷനുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഒരു ബക്കറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മുടെ ഷൂസൊക്കെ മുക്കി വയ്ക്കാനായിട്ടാണ് ഈ ബക്കറ്റ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇനി ഇതിലാണ് നമ്മൾ ഐറ്റംസ് എല്ലാം മുക്കി വയ്ക്കുന്നത്. ഇതിന് വേണ്ടി ഞാനൊരു ഡിഷ് വാഷ് ലിക്വിഡ് ഫസ്റ്റ് ഒഴിക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു ഡിഷ് വാഷ് ലിക്വിഡ് നമ്മുടെ കയ്യിലുള്ളത് നമുക്ക് ആ ബക്കറ്റിലോട്ട് ഫസ്റ്റ് ആഡ് ചെയ്യാം. ഇനി സോപ്പ് പൊടി എടുക്കാം. നമ്മൾ തുണി കഴുകുന്ന ഏത് ടൈപ്പ് ആയാലും മതി, കുറച്ച് മതി. ഒന്ന് പതയാൻ വേണ്ടിയിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നേ ഉള്ളൂ. ഇനി നമുക്ക് കുറച്ച് സോഡാപ്പൊടി ചേർക്കാം. ആവശ്യത്തിന്, ഒരു അടപ്പിന് ആവശ്യത്തിന് സോഡാപ്പൊടി ചേർക്കാം. ഏതെങ്കിലും ഒരു വിനാഗിരി നമുക്ക് എടുക്കാം. വിനാഗിരി കൂടി ഒഴിക്കാം. അപ്പോഴേക്കും നമ്മുടെ സോഡാപ്പൊടി പതഞ്ഞ് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഈ സോഡാപ്പൊടിയും ഇതും കൂടെ ചേർക്കുമ്പോൾ പെട്ടെന്ന് പൊങ്ങി വരും. കണ്ടില്ലേ, നന്നായിട്ട് പൊങ്ങി വന്നു. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. നിറയെ വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മുടെ ഷൂസ്, നമ്മുടെ ഈ അഴുക്കായ ഷൂസ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഷൂസ് ഇട്ട് കൊടുക്കാം. ഷൂസ് മുങ്ങുന്ന തരത്തിലുള്ള ബക്കറ്റ് ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ഉത്തമം. എനിക്ക് ഹാഫാണ് നിൽക്കുന്നത്, അതുകൊണ്ട് 15 മിനിറ്റ് ഒരു സൈഡ്, അത് കഴിഞ്ഞ് തിരിച്ച് വെച്ച് വീണ്ടും 15 മിനിറ്റ് ഞാൻ വെക്കുന്നുണ്ട്. നമ്മളൊരു 15 മിനിറ്റ്, മൊത്തത്തിൽ ഒരു അരമണിക്കൂർ ഒരു ഷൂവിനും മതിയാവും. ഇതൊക്കെ ഒന്ന് അഴുക്കും ആ ഒരു സ്മെല്ലും ഒക്കെ മാറാൻ വേണ്ടിയുള്ള ടൈമാണ് ഞാൻ പറയുന്നത്. നിറയെ വെള്ളം കൂടി ഒഴിച്ച് വയ്ക്കാം. പക്ഷേ വെള്ളം എന്തായാലും താഴും, കാരണം ഈ പതയൊക്കെ അങ്ങ് മാറും കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ. കണ്ടില്ലേ, പതയൊക്കെ മാറിയിട്ടുണ്ട്, വെള്ളവും കുറഞ്ഞു. നമ്മൾ ഒഴിച്ച വെള്ളത്തിൻ്റെ അളവ് മാത്രമേ ഇപ്പോൾ ഉള്ളൂ. ഇനി നമുക്കിത് തിരിച്ച് വയ്ക്കാം. തിരിച്ച് വെച്ച് വീണ്ടും ഒരു 15 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്യിപ്പിക്കാം. തിരിച്ച് വെച്ചതിന് ശേഷവും ആവശ്യത്തിൽ അധികം, അതായത് ബക്കറ്റ് നിറയെ വെള്ളം ഒഴിച്ച് തന്നെ 15 മിനിറ്റ് വെയിറ്റ് ചെയ്യിപ്പിക്കാം. അത് കഴിഞ്ഞ് വേണം നമ്മൾ ക്ലീൻ ചെയ്യാനായിട്ട്. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ അരമണിക്കൂർ കഴിഞ്ഞു. അപ്പോൾ നമുക്കിനി ഈ ഒരു ഷൂവിനെ നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. നന്നായിട്ട് ക്ലീൻ ചെയ്യണം. അതിനായിട്ട് ഞാനൊരു ടൂത്ത് ബ്രഷ്, യൂസ്ഡ് അല്ലാത്തൊരു ടൂത്ത് ബ്രഷ് എടുക്കുന്നുണ്ട്. ടൂത്ത് ബ്രഷിൽ കുറച്ച് നമ്മുടെ ഡിഷ് വാഷ് ലിക്വിഡ് കുറച്ചെടുത്താണ് അത് തേക്കുന്നത്. നന്നായിട്ട് നമ്മൾ ബ്രഷ് ചെയ്ത് വരണം, അപ്പോഴാണ് നല്ല അഴുക്കും പോവും. ഇപ്പോൾ തന്നെ സ്മെല്ല് ഫുള്ള് മാറിക്കാണും, കാരണം നമ്മുടെ സോഡാപ്പൊടിയും വിനാഗിരിയും എല്ലാം വന്നതുകൊണ്ട് തന്നെ ആ ഒരു ഫൗൾ സ്മെല്ലെല്ലാം പോയിട്ടുണ്ട്. ഇനി അത് കാണാനൊരു വൈറ്റിങ്, അതിന് വേണ്ടിയാണ് നമ്മൾ നന്നായിട്ട് സോപ്പ് ഉപയോഗിച്ച് വാഷ് ചെയ്യുന്നത്. നന്നായിട്ട് കഴുകിയെടുക്കാം. നന്നായിട്ട് വാഷ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാവും, കാരണം ആ ഒരു കളർ ചേഞ്ച് നല്ല രീതിക്ക് മനസ്സിലാവും. നല്ലതുപോലെ ആ ഒരു അഴുക്കൊക്കെ പോയി നല്ല അടിപൊളിയായി ഇരിക്കുവാണ്. അത് ഞാൻ ഇത് കഴുകാത്ത ഷൂവും കഴുകിയ ഈ ഒരു ക്ലീൻഡ് ആയിട്ടുള്ള ഷൂവും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാ കണ്ടില്ലേ, ഈ രണ്ട് ഷൂവും ഞാൻ കുറച്ചുകൂടെ മുന്നോട്ടെടുത്ത് കാണിച്ചു തരാം. കണ്ടില്ലേ, ലെഫ്റ്റിലിരിക്കുന്നത് ഞാൻ വാഷ് ചെയ്യാത്തതാണ്, റൈറ്റിലിരിക്കുന്നത് വാഷ് ചെയ്തതാണ്. രണ്ടും തമ്മിൽ നല്ല അടിപൊളി ഡിഫറൻസ് ഉണ്ട്. അഴുക്കിൻ്റെ കാര്യത്തിലായാലും ഒക്കെ, അല്ലാണ്ട് തന്നെ സ്മെല്ലിൻ്റെ കാര്യത്തിലായാലും നല്ല ഒരു ഫ്രഷ് സ്മെല്ലാണ്. പുതിയ ഷൂ ഒക്കെ വാങ്ങുന്ന അതേ സ്മെല്ല് തന്നെയാണ് നമ്മുടെ മറ്റേ ഷൂവിന് കിട്ടുന്നത്, നമ്മൾ വാഷ് ചെയ്ത ഷൂവിന് കിട്ടുന്നത്. അടുത്ത ഷൂവും നമുക്ക് ഇതുപോലെ തന്നെ ആ ഒരു ഇതിൽ മുക്കിയെടുത്ത് നമുക്ക് ഇതേ പ്രോസസ്സിൽ ചെയ്തെടുക്കാം. കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് ക്ലീനായിട്ട് നമ്മുടെ ഷൂ കിട്ടിയിരിക്കുകയാണ്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. താങ്ക് യു.